ഈ വചനകൂടാരത്തിൽ നിങ്ങളോടൊപ്പം ഇരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ കരുണയ്ക്കും കൃപയ്ക്കുമായി അവിടുത്തോട് നന്ദി പറയും. ഇന്നേറെ പ്രഭാതത്തിൽ ആരംഭിച്ച ഒരു ശുശ്രൂഷയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു കൂടിവരവിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് കൂടിയായിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം ലോകത്തെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ജീവിപ്പിക്കുന്ന വചനം അതോർക്കാനും പങ്കുവയ്ക്കാനും സാക്ഷ്യപ്പെടുത്താനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ കൃപ, അവർണ്ണനീയമായ അവിടുത്തെ ദാനം, അത് എന്നെ സംബന്ധിച്ച്, നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിത് 2ാം തവണയാണ് ഈ റാന്നി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ കൺവെൻഷനിൽ സംബന്ധിക്കുക. 27ാമത് കൺവെൻഷനിൽ ഇന്ന് ഈ ദൈവവചനവുമായി, ഈ സുവിശേഷ സന്ദേശവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ അത്താനാസിയോസ് തിരുമേനിയെ ഓർക്കുന്നു. തിരുമേനി എന്നോട് വലിയ വാത്സല്യം കാട്ടിയിട്ടുള്ള ഒരു പിതാവാണ്. ചില സമയത്ത് ആ സ്നേഹം രാവിലെ 5 മണിക്ക് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നേരത്തെ വേണ്ട. 5 മണിക്ക് എഴുന്നേറ്റ് ഹിന്ദി ഭാഷയിൽ സംസാരിക്കും. ആപ് കൈസേ ഹേ? ഞാൻ ഗൗരവമായിട്ടതെടുത്തു. ഞാൻ പറഞ്ഞു, സബ് കുച്ച് ടീക്ക് ഹേ. പിന്നെ അടുത്തത് ക്യാ മിലേഗ എന്നൊക്കെ ഹിന്ദി. ഞാൻ പറഞ്ഞു, എൻ്റെ ഹിന്ദിയുടെ ഗ്യാസ് തീർന്നു. മലയാളത്തിലാണെങ്കിൽ പറയാം, പക്ഷേ ഇത്ര നേരത്തെ വേണ്ട. തിരുമേനി 5 മണിക്ക് പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആ സമയക്രമീകരണം. ഞാൻ പിതാവിനെ ഓർക്കുന്നത്, ഞാൻ കർദിനാളായപ്പോൾ പിതാവ് എനിക്ക് ഒരു ചില്ലിട്ട ഫോട്ടോയുമായി വന്നു. അതിൽ മറ്റൊന്നുമല്ല, അതിൻ്റെ ഒരു ഇടതുവശത്ത് എൻ്റെ ഒരു പൂർണ്ണ ചിത്രം, മറുവശത്ത് തിരുമേനിയുടെ സ്വതസിദ്ധമായ ഭാഷയിലെ 4 പ്രാവശ്യം വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന മലയാള ഭാഷയിലെ ചില വിശദീകരണങ്ങൾ. ഞാൻ ചില്ലിട്ടത് ഇപ്പോഴും ബർണബാസ് തിരുമേനി തന്ന ഡ്രാഫ്റ്റ് എന്നതുപോലെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനതെടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചില ആളുകൾ നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റുന്ന രീതി വ്യത്യസ്തമാണ്. ഇറങ്ങിപ്പോകാത്ത ജീവിതമാണ്. മനസ്സിൽ കുടിയിരിക്കുന്ന സ്നേഹമാണ് നമ്മെ ഒരാളോട് ആഴത്തിൽ ചേർത്ത് നിർത്തുക. തിരുമേനിയെ ഞാൻ ഓർക്കുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ബർണബാസ് തിരുമേനിയെക്കുറിച്ച് പറയാനുള്ള അനുമോദനത്തിൻ്റെ ഒരു സമയമല്ല എന്നെനിക്കറിയാം. തിരുമേനിയുടെ പുസ്തകം നിങ്ങൾ വായിക്കണം. ഹൃദയം നിറയെ എന്നാണ് അതിൻ്റെ പേര്. ഹൃദയം നിറയെ എന്ന തലക്കെട്ടിലൊരു പുസ്തകം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. തിരുമേനി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഹൃദയം നിറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്ന് രണ്ടല്ല, കൃത്യമായി പറഞ്ഞാൽ ഒരു ചാപ്റ്റർ വായിച്ചില്ലെങ്കിലും വലിയ നഷ്ടമൊന്നുമില്ല. ബാക്കി എല്ലാ ചാപ്റ്ററും വായിക്കണം.
പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദൈവവചനത്തിൻ്റെ എഴുതപ്പെട്ട വാക്കുകളിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ സന്തോഷം അത് ദൈവത്തിലാണെന്ന് പരസ്യമായി പ്രകടിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ചില അടയാളങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഗുണപരമായ പ്രകാശത്തിൽ കാണുന്നതിനാണ്, നമ്മെ ശുദ്ധീകരിക്കുന്നതിനാണ്, അടയാളമായി ലോകത്തിൻ്റെ മുമ്പിൽ നൽകുന്നതിനാണ്. പ്രിയപ്പെട്ട ബർണ്ണബാസ് തിരുമേനിയെ പരിചയപ്പെടുന്നതിനും അദ്ദേഹത്തിൻ്റെ സ്നേഹം അടുത്ത് അറിയുന്നതിനും എനിക്ക് ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ഹെബ്രായ ലേഖനത്തിൻ്റെ കർത്താവ് തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ വാക്യമായി ഇങ്ങനെയാണല്ലോ പറയുക: പൂർവകാലങ്ങളിൽ ദൈവം വിവിധ രീതികളിൽ നമ്മോട് സംസാരിച്ചു, എന്നാൽ ഈ അവസാന നാളുകളിലാകട്ടെ അവിടുന്ന് തൻ്റെ ഏകജാതനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ POC ബൈബിളിലെ ഭാഷയാണ്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മർത്തോമാ സഭയിലെ ഉപയോഗിക്കുന്ന സുവിശേഷമോ വേദവാക്യമോ ഭാഷ ഉപയോഗിച്ച് തിരുത്തി മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ഈ വായിക്കുന്ന ഞാൻ പറയുന്ന ഭാഗത്ത് വേദശാസ്ത്രപരമായ ഭാഷണ്ഡതയോ ശീഷ്മയോ ഒന്നുമില്ല എന്ന് ഉറപ്പു തരുന്നു. പൂർവ്വകാലങ്ങളിൽ ദൈവം വിവിധ രീതികളിൽ നമ്മോട് സംസാരിച്ചു, എന്നാൽ ഈ അവസാന നാളുകളിലാകട്ടെ അവിടുന്ന് തൻ്റെ ഏകജാതനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവം അതിൻ്റെ പരിസമാപ്തിയിൽ തന്നെ വെളിപ്പെടുത്തി പൂർണ്ണമായി നമ്മുടെ മുൻപിലേക്ക് നൽകിയത് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലാണ്. വായിച്ചറിയുവാൻ, കണ്ടുപഠിപ്പാൻ, സത്യസന്ധമായി അനുകരിപ്പാൻ, ലോകത്തിൻ്റെ മുമ്പിൽ അത് നൽകാൻ, ചൂണ്ടിക്കാണിക്കാൻ, സാക്ഷ്യമായി സ്വീകരിപ്പാനൊക്കെയും ഒരു ജീവിതക്രമം കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവിനെ അനുകരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനും അത് ജീവിതത്തിൽ എങ്ങനെ സ്വന്തമാകും എന്ന് ആഴത്തിൽ പ്രാർത്ഥിക്കുന്നതിനും ഈ രൂപാന്തരീകരണത്തിലൂടെ കർത്താവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കുന്നതിനും, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിപ്പീൻ എന്ന കർത്തൃകൽപ്പന സുവിശേഷീകരണമായി നമുക്ക് നൽകുന്നതിനും നമ്മെ സഹായിക്കുന്ന ഒരു വചന കൂടാരത്തിൻ്റെ ഉള്ളിലാണ് അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഈ അനുഗ്രഹീത മുഹൂർത്തത്തിൽ നാം ആയിരിക്കുക. ഇത്രയേറെ ക്രമീകരണം നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ ആരാ? സ്വർഗത്തിന് ഇങ്ങനെ ഒരു പദ്ധതി നമ്മളെക്കുറിച്ച് ക്രമീകരിപ്പാൻ നമ്മൾ ആരാണ്? യോഹന്നാൻ ശ്ലീഹ നമ്മോട് പറയുന്നുണ്ടല്ലോ, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുക. സത്യമല്ലേ? നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ ധാരാളം കാരണങ്ങൾ ഉണ്ട്. വി ഹാവ് ഓബ്ലിഗേഷൻസ്. നാം കടപ്പെട്ടവരാണ്. കടപ്പാടിൻ്റെ കഥകൾ പറയാൻ ധാരാളമുണ്ട്. നമുക്ക് ദൈവത്തെ സ്നേഹിച്ചേ പറ്റൂ, കാരണം സ്വീകരിച്ചത് മുഴുവൻ നമ്മളാണ്. അവിടുന്ന് നമുക്ക് നൽകിയിട്ടേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് നമ്മോട് എന്താ ഇത്ര വലിയ കടപ്പാട്? എന്തെങ്കിലും കടപ്പാടുണ്ടോ? ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം. അപ്പൊ ഇങ്ങനെ സ്നേഹിച്ച് വെളിപ്പെടുത്തിയ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചത് നമ്മുടെ നാശത്തിനായിട്ടല്ല, നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ്.
പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യയുടെ രണ്ട് പ്രധാന കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നാം ആരുടേതാണ്? ആരാണ് നമ്മെ വലുതാക്കിയിരിക്കുക? നമ്മെ വലുതാക്കിയ ദൈവവുമായുള്ള ബന്ധം അത് മാറിപ്പോകാതെ ഇരിപ്പാൻ കരുതലെടുക്കേണ്ട നാം ഈ ബന്ധത്തിനെതിരായി പ്രതികൂല ശക്തികൾ ഉയരുമ്പോൾ നീ പതറുമോ? നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ? നിന്നെ നീതീകരിക്കപ്പെട്ടവനായി സ്വർഗത്തിന് കാണാൻ കഴിയുമോ? ഈ രണ്ട് കാര്യങ്ങൾ ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നിൽ നിന്ന് നമുക്ക് ആലോചനയും പ്രാർത്ഥനയും ശുദ്ധീകരണവും സ്ഥിരീകരണവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കും. അതിൻ്റെ വിശദീകരണം പുറകെ പറയുന്നുണ്ട്. കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ, ഇവിടെ കർശനമായ ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു, മിണ്ടിപ്പോരുത്, മറ്റു വർത്താനം പറഞ്ഞിരുന്നേ ഉള്ളൂ, ദൈവവചനം പറയുമ്പോൾ ബാക്കി പറയാം. നിങ്ങൾ പേടിച്ചാ പറയാത്തതെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. നമ്മൾ പറയുന്ന ചില വാക്കുകൾ തെറ്റിപ്പോകുമോ എന്ന്. യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഹൃദയത്തിൻ്റെ തുടിപ്പ്, ഹൃദയത്തിൻ്റെ രഹസ്യം അറിയാവുന്നവനെയാണ് എങ്ങനെ വിളിക്കുക? സ്നേഹിത എന്ന് വിളിക്കുക. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, എളിയവരായ നമ്മെ ദൈവം അവിടുത്തെ പുത്രനിലൂടെ സംസാരിച്ചപ്പോൾ നമ്മെ വിളിച്ച വിളിപ്പേരാണ് സ്നേഹിതൻ. ദാസനെന്ന് മാത്രം കേട്ട് പരിചയിച്ച മനസ്സുകളിലേക്ക് ദൈവത്തിൻ്റെ പുത്രൻ ഇതാ ദൈവത്തിൻ്റെ ബന്ധം വെളിപ്പെടുത്തി പറയുന്നു, ഇനിമേൽ നിങ്ങൾ ദാസരല്ല. യു ആർ നോ മോർ servants, I shall call you my friends. ഫിലോസ് എന്ന ആ ഗ്രീക്ക് പദത്തിൽ ഉൾച്ചേർത്ത് വച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആ തീവ്രത അങ്ങനെയാണ് വെളിപ്പെടുത്തുക. അങ്ങനെ സ്നേഹിതർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കുന്നതിനുള്ള ഒരു സുവിശേഷത്തിൻ്റെ അകമ്പടിയുള്ള ഒരു രാത്രി. സ്വർഗം നമ്മെ കരുതുന്നത് ബാഹ്യമായ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം കാണിച്ചിട്ടാണ് എന്ന് നാം ചിലപ്പോഴൊക്കെ ധരിക്കും. നാം വാശി പിടിക്കുമല്ലോ, 8 ദിവസം 15 ദിവസം 9 ദിവസം തുടർച്ചയായി ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ആ കൃത്യം 9-ാം ദിവസം അടയാളമായി തമ്പുരാൻ പ്രവർത്തിച്ചേ പറ്റൂ. ഹി ഹാസ് നോ ചോയ്സ്. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് നമ്മെ തിരിച്ചറിയുവാൻ സഹായിച്ചു എന്നുള്ളതാണ്. സ്നേഹിത എന്ന് വിളിച്ച് തൻ്റെ ബന്ധമുറപ്പിച്ച ദൈവബന്ധത്തിൽ നിന്ന് വഴുതി മാറുന്നതിന് സാധ്യതയുള്ള വർത്തമാനകാലത്തിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഇടയിൽ നിന്ന്
നാം ഈ സുവിശേഷത്തെ വായിക്കുന്നു. സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സംസാരത്തിൻ്റെ പൂർണ്ണ രൂപത്തെ നമ്മൾ കാണുന്നു. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കർത്താവിലൂടെയാണ്. പഴയ നിയമത്തിലെ ആ നിഴൽ പുതിയ നിയമത്തിലെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വർത്തമാനകാലത്തെ ക്രൈസ്തവ ജീവിതം പരിശോധിക്കാനാണ് പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മോട് ആവശ്യപ്പെടുക. മൈ സൺ, മൈ ഡോട്ടർ, വേർ ആർ യു നൗ? എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എവിടെയാണ്? സ്നേഹിത എന്ന് വിളിച്ച നീ ആരുടെ സ്നേഹബന്ധത്തിലാണ്? ഡു യു ബിലോങ് ടു മീ? നീ എന്നോടൊപ്പമാണോ? കർത്താവ് പറഞ്ഞത് ഓർക്കുക, നീ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേത് അല്ല. യു ആർ ഇൻ ദ വേൾഡ് ബട്ട് യു ഡോണ്ട് ബിലോങ് ടു ദ വേൾഡ്. നീ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. വെളിപ്പെടുത്തിയിരിക്കുന്ന രഹസ്യം സ്വർഗത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ്. ഈ മരണ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യം, നമുക്ക് പറയാൻ സത്യവചനത്തിൻ്റെ ഉറപ്പുള്ള ഒരു വാക്കുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നമേ പോയി വാസസ്ഥലം ഒരുക്കും. ഞാൻ വീണ്ടും വരും. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും. ദൈവം തൻ്റെ പുത്രനിലൂടെ സംസാരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മെ ഉറപ്പിക്കുക. അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ, ഞാനിത് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇത് ഇന്നാളിൽ പറഞ്ഞതാണല്ലോ എന്ന്, ഇത് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പുസ്തകത്തിന് മാറ്റമില്ലല്ലോ. അപ്പോൾ മരിച്ച വീട്ടിലെ സുവിശേഷകൻ്റെ മകൻ IAS ഉദ്യോഗസ്ഥനാണ്. ഭാര്യ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്. മരിച്ചു. അപ്പോൾ സുവിശേഷകനായ വക്കീൽ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ വക്കീലന്മാരും സുവിശേഷകരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനീ പറഞ്ഞത് ഈ മരിച്ചുപോയ ഈ ഡോക്ടറുടെ ഭർത്താവിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഈ ഡോക്ടർ മരിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി ഓമന മരിച്ചു. ഓമന ഈ ഡോക്ടർ വികാരിച്ചനോട് പറയണം, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കറുത്ത കൊടി കെട്ടരുത്. വീടിൻ്റെ മുമ്പിൽ കറുത്ത കൊടി കെട്ടരുത്. തിരുമേനി ഒന്ന് പറയണം. എൻ്റെ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലയോ? തിരുവനന്തപുരത്ത് തന്നെ 217 ഇടവകൾ എനിക്കുണ്ട്. അപ്പം എൻ്റെ ഒരു ജോലി മനസ്സിലായില്ലയോ? അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കറുത്ത കൊടി കെട്ടരുതെന്ന് വികാരി അച്ഛനോട് പറയണം. ഞാൻ പറഞ്ഞു, അതെന്തുവാ സാർ? തിരുമേനി ഓമന മരിച്ച് സ്വർഗത്തിൽ പോയിരിക്കുക. സ്വർഗത്തിൽ പോയ ഓമനയുടെ വീട്ടിൽ കറുത്ത കൊടി കെട്ടുന്നത് ദൈവത്തെ അപമാനിക്കുമല്ലയോ?
സത്യം പറയാമല്ലോ, കത്തോലിക്കാ സഭയിൽ ഇങ്ങനെ ഒരു ആത്മാവിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മാർത്തോമാ സഭയിൽ ഞാൻ കേട്ടിട്ട് പോലുമില്ല. വീട്ടിൽ കറുത്ത കൊടി കെട്ടരുതെന്ന് അദ്ദേഹം വെറുതെ അങ്ങനെ ഒരു 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 ഓളത്തിന് പറഞ്ഞതല്ല, ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറഞ്ഞു, സാറേ പിന്നെ എങ്ങനെ അറിയുന്നത് എങ്ങനെ, അവിടെ ആ മരണ വീട്ടിലെ അവിടെ വരണ്ടിയെന്ന് അറിയുന്നത് എങ്ങനെ, ആളുകൾ അറിയണ്ടേ? അത് ഒരു ഇതിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല ഭിത്തിയാലേ, പക്ഷേ കറുത്ത കൊടി വേണ്ട, ഒരു വെള്ളക്കൊടി കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അബദ്ധമാണ്. ഒരു വെള്ളക്കൊടിയിൽ ആരെങ്കിലും വന്ന് വല്ല സ്റ്റാറിൻ്റെ ഒരു സ്റ്റാറോ വല്ലതും പതിച്ചാൽ അത് വേറെ യുവജന പാർട്ടിയുടെ കൊടിയായിട്ട് മാറുമെന്ന് അറിയത്തില്ലയോ സാറേ, അത് വേണ്ട, അബദ്ധമാണ്. അല്ല, വെള്ളക്കൊടി കിട്ടിയാൽ മതി. തിരുവനന്തപുരം സിറ്റിക്കകത്ത് നമ്മൾ നഗരത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു 150 തവണയെങ്കിലും ബർണബാസ് തിരുമേനി നോക്കി കടന്നു പോയിട്ടുള്ളൊരു വീടാണ്. ഞാൻ വികാരിച്ചനോട് പറഞ്ഞു, കറുത്ത കൊടി കെട്ടരുത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് കാര്യം ഇതാണ്, എൻ്റെ ഓമന മരിച്ച് സ്വർഗത്തിൽ പോയെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സ്വർഗത്തിൽ പോയ ഓമനയെ ഓർക്കാൻ കറുത്ത കൊടി കെട്ടുന്നത് ദൈവത്തെ അവഹേളിക്കലാണ്. നിങ്ങൾക്കെന്തോ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എനിക്കും നിങ്ങളിരിക്കുന്ന പോലത്തെ ഇരിപ്പായിരുന്നു ആദ്യം. പിന്നെ എനിക്ക് കുറച്ചുകൂടി ബോധം വന്നു. പക്ഷെ നിങ്ങളുടെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം അന്ന് ഒരു പ്രസംഗം പറഞ്ഞു അവിടെ, അതിമനോഹരമായ പ്രസംഗം. അപ്പോൾ പറഞ്ഞു, പള്ളി പറഞ്ഞ് അവസാനിപ്പിച്ചത്, എൻ്റെ ഓമന സ്വർഗത്തിൽ ഈ കാഴ്ച കാണുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനെന്തിനാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ നമുക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒരു ഞരക്കം പോലെ ഞാൻ കണ്ട് കേട്ടു. ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞതിൻ്റെ പേരിൽ നരകത്തിൽ പോകുന്നെങ്കിൽ ആദ്യം ഞാനല്ലേ പോകേണ്ടിയ? നിങ്ങൾ രണ്ടാമത് വരത്തുള്ളൂ. കർത്താവേ നിനക്ക് മഹത്വം എന്നല്ലയോ നമ്മൾ പറഞ്ഞത്? തിരുമുഖം നോക്കി പറയുന്ന വാക്കല്ലയോ? അപ്പോൾ ഈ നമുക്ക് നൽകിയിരിക്കുന്ന പുത്രൻ ഉറപ്പിച്ചു പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം കൊടുക്കലാണ് ഒരു ക്രൈസ്തവൻ്റെ ധർമ്മം. ഞാൻ ഈ സുവിശേഷകനായ സാറിനെ ഓർക്കും. അദ്ദേഹം മരിച്ചപ്പോൾ ഞാനാണ് ശവസംസ്കാരത്തിന് പോയത്. ഞാനന്ന് അദ്ദേഹം പറഞ്ഞ ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, ഞാൻ പറഞ്ഞതുപോലെ IAS ഉദ്യോഗസ്ഥനാണ്. IAS ഉദ്യോഗസ്ഥൻ്റെ മകൻ, അതായത് ഈ മരിച്ച സുവിശേഷകൻ്റെ കൊച്ചുമോൻ, വിദേശത്തൊരു അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പയ്യനാണ്. അവന് പെൺകുട്ടിയുമായി സ്നേഹമായി. അപ്പോൾ വിവാഹം കഴിക്കണമെന്നുള്ള ഒരു ആലോചനയൊക്കെ വന്നപ്പോൾ ഈ പയ്യൻ എന്ന് പറയുന്ന അവനിന്ന് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അന്നത്തെ ഓർമ്മയിലാണ് ഞാൻ ഈ പയ്യൻ എന്നൊക്കെ പറയുന്നത്. അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കണം. ഈ പെൺകുട്ടി വിവാഹ ആലോചന നടത്തിയപ്പോൾ വേറൊരു വിശ്വാസത്തിൽ ജീവിക്കുന്നയാളാണ്, വേറൊരു മത സമൂഹത്തിൽ ജീവിക്കുന്നയാളാണ്. അപ്പോൾ ഈവൻ കൊച്ചുമകൻ ഒരിക്കൽ അവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മറുപടി 2 ദിവസത്തിനകം പറയാമെന്ന്. ഇപ്പം 2 ദിവസത്തിനകം പറഞ്ഞു. അവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന ഒരാൾ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ ഞാനും എൻ്റെ ഭാര്യയും ഒരുപോലെ ആരാധിക്കുന്നതാണ് ജീവിതത്തിൻ്റെ സന്തോഷം. അതിന് തയ്യാറുണ്ടെങ്കിൽ മറ്റേത് ത്യാഗം ചെയ്യാനും ഞാൻ സന്നദ്ധനാണ്. അവൻ്റെ വല്യമ്മ മരിച്ചപ്പോൾ അവൻ്റെ വല്യപ്പൻ പറഞ്ഞു, ഓമന സ്വർഗത്തിൽ പോയി,
സ്വർഗത്തിൽ പോയ ഓമനയുടെ കൊച്ചുമകൻ പറയുകയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യമേ ആലോചിക്കുന്നത് എൻ്റെ ഏറ്റവും സ്നേഹവും ബന്ധമുള്ള ഒരാളിനോടാണ്. ആ ആളിനെ നീയും സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധം സ്ഥിരീകരിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട ക്രിസ്തീയ ജീവിതം നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ആത്മാവിനെയോ ഒന്നും സ്പർശിക്കാത്തതാണെന്ന് കരുതുന്നെങ്കിൽ നാം വേറൊരു വിശ്വാസത്തിലാണ് പോകുന്നതെന്ന് ഓർത്തുകൊള്ളുക. യെരുശലേം ദേവാലയത്തിൽ നിന്ന് പത്രോസും യാക്കോബും യോഹന്നാനും വരുമ്പോൾ ഉടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ട് കിടന്നവൻ, അവൻ ചോദിച്ചില്ലേ, എന്തെങ്കിലും തരുമോ? മറുപടി എന്തായിരുന്നു? സ്വർണവും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ധർമ്മം ചോദിച്ചവനോട് പറയുക, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഞങ്ങൾക്കുള്ളത് എന്താ? യേശു കർത്താവ്. ദാറ്റ് ഐ ഗിവ് യു. എന്നെയും നിങ്ങളെയും സ്വർഗം ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ അവകാശവും ആനുകൂല്യവും അനുഗ്രഹവും നൽകി ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത് സ്വർണവും വെള്ളിയും കൊടുത്ത് ആരെയും തൃപ്തിപ്പെടുത്താനല്ല, കർത്താവിനെ കൊടുത്ത് ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സ്വർഗസ്ഥ പിതാവിൻ്റെ പുത്രനെ ലോകത്തിൽ പരിചയപ്പെടുത്തി സ്വന്തമാക്കാനുള്ള ആഹ്വാനം കൊടുക്കാനുള്ള രക്ഷാകര പദ്ധതിയുടെ വിശ്വസ്തരായ കാര്യവിചാരിപ്പുകാരായി എളിയവനായ എന്നെയും നിങ്ങളെയും നാം എല്ലാവരെയും സ്വർഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുക. ഈ സ്നേഹം തകരാതെ ഇരിക്കാൻ ജീവിതത്തിൽ ക്ലേശിച്ച അനേകരുണ്ട്. ഈ സ്നേഹം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുതെന്ന് ആഗ്രഹിച്ച് വാള് കണ്ടപ്പോൾ ഭയപ്പെടാതെ ഇരുന്നവർ, തീയിലേക്ക് എടുത്തെറിയപ്പെട്ട ജീവിതങ്ങൾ അവിടെയും മാറ്റിപ്പറയാത്തവർ, നദിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എടുത്ത് മുക്കി വയ്ക്കപ്പെട്ടവർ, അവരെയാണ് നാം എന്ത് വിളിക്കുക? രക്തസാക്ഷികൾ. രക്തസാക്ഷികൾ എന്ന് വിളിക്കുക. അത് യേശുവിന് മുൻപുണ്ടായിരുന്നു. യേശുവിന് ശേഷം അപ്പസ്തോലന്മാരുടെ കാലം മുതൽ നാം അവരെ നീതിമാന്മാരെന്നും ശുദ്ധിമാന്മാരെന്നും ശുദ്ധിമതികളെന്നും രക്തസാക്ഷികളെന്നും നാം വിളിക്കുന്നു. യേശുവിന് മുൻപുണ്ടായിരുന്ന ഒരമ്മയെക്കുറിച്ചും 7 മക്കളെക്കുറിച്ചും നിങ്ങൾക്കറിയാം. POC ബൈബിളിൽ മക്കബായക്കാരുടെ പുസ്തകം അപ്പോക്രിഫൽ ബുക്സിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ അത് പെടുത്തിയിരിക്കും. മക്കബായക്കാരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് കിട്ടുന്നെങ്കിൽ അതൊന്ന് വായിക്കണം. അന്ത്യോക്യസ് രാജാവും ഒരമ്മയും 7 മക്കളും. കർത്താവിനെ മുൻപ് ജീവിച്ചിരുന്ന യഹോവയായ ദൈവത്തിന് ആരാധന നൽകുന്നതിനെക്കുറിച്ച് മക്കൾക്ക് ഉറപ്പു നൽകിയ, മക്കളിലൂടെ തലമുറകൾക്ക് വലിയ സന്ദേശവും സ്ഥിരീകരണവും നൽകിയ ഒരമ്മയുണ്ട്. ഈ അമ്മയുടെ കൺമുമ്പിൽ വെച്ച്, ഞാൻ ആ ചരിത്രം വിശദമാക്കുന്നില്ല, ഈ അമ്മയുടെ കൺമുമ്പിൽ വെച്ച് അന്ത്യോക്യസ് രാജാവ് 6 മക്കളെയും ജീവൻ എടുക്കുന്ന കാഴ്ചയുണ്ട്.
ഒരു കുറ്റമേ ഉള്ളൂ, ഞങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, ഞങ്ങൾ യഹോവയെ മാത്രമേ ആരാധിക്കൂ, രാജാവിനെ ആരാധിക്കുകയില്ല, സത്യദൈവത്തിന് മാത്രം ആരാധന കൊടുക്കും എന്ന് ശഠിച്ച ഒരമ്മ. തൻ്റെ 6 പുത്രന്മാർ കൺമുമ്പിൽ വെച്ച് വധിക്കപ്പെട്ടപ്പോൾ ഈ അമ്മ പറഞ്ഞ ഏതാനും വാക്കുകളുണ്ട്. 2 മക്കബായരുടെ 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്ന ആ ഒരു സംഭാഷണം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുമല്ലോ. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി അവൾ പറഞ്ഞു. മാതാപിതാക്കൾ ശ്രദ്ധിക്കണമേ. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. തൻ്റെ മക്കളോട് അമ്മ പറയുകയാണ്, ഞാനല്ല നിങ്ങൾക്ക് ജീവൻ തന്നത്, നിങ്ങൾക്ക് ജീവൻ തന്നവൻ നിങ്ങൾക്ക് കരുണാപൂർവം വീണ്ടും ജീവനും ശ്വാസവും നൽകും. അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്ത്യോക്യസിന് തോന്നി. ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല, പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്നും തൻ്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങളിൽ അവന് അധികാരം നൽകാമെന്നും അന്ത്യോക്യസ് അവന് ശപഥപൂർവ്വം വാക്കുകൊടുക്കുകയും ചെയ്തു. 7-ാമത്തെ മകൻ, ആ യുവാവ്, സമ്മതിച്ചില്ല. അവൻ്റെ അമ്മയെ അടുക്കൽ വിളിച്ചു തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണം എന്ന് രാജാവ് നിർബന്ധിച്ചു. നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്ന് ഏറ്റു. പുത്രൻ്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആ സ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ, എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു, 3 കൊല്ലം മുലയൂട്ടി, നിന്നെ ഇന്നുവരെ പോറ്റി വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക, അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ അമ്മ പറയുന്നു, അന്ത്യോക്യസിനെ നോക്കി മകനോട് പറയുന്നു, ഈ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക, മരണം വരിക്കുക. ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഒരമ്മ അവശേഷിച്ചിരിക്കുന്ന അവസാനത്തെ മകൻ്റെ മരണം ഒഴിവാക്കാൻ രാജാവ് നിർബന്ധിച്ചപ്പോൾ മകനെ പ്രേരിപ്പിക്കാമെന്നേറ്റ് മകനോട് ചാഞ്ഞെന്ന് പറഞ്ഞ്
യോഹന്നാൻ ശ്ലീഹ കർത്താവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു എന്ന് ഒന്നും കേട്ടിട്ടില്ലേ? ആ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. അമ്മ ഈ മകൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനോട് പറഞ്ഞു. അമ്മ പറഞ്ഞ വാക്കിൻ്റെ അവസാനത്തെ ഏറ്റവും കട്ടികൂടിയ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, രാജാവിനെ നോക്കി മകനോട് പറയുന്നു, ഈ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട. എൻ്റെ മറുവശത്ത് പറഞ്ഞിട്ടുണ്ട്, ജീവൻ നൽകിയിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. അവനെ ഭയപ്പെടുക, നീ മരണം കൈവരിക്കുക, നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും കാണുവാൻ ഇടയാകട്ടെ. ഒരമ്മയും 7 മക്കളും. പ്രിയപ്പെട്ടവരെ, എന്തൊരമ്മയായത്! എന്തൊരമ്മയാണിത്! ഈ അമ്മയെക്കുറിച്ച് വല്ലതും ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്താൽ, ഇന്നത്തെ ചാനൽ ചർച്ചയിലൊക്കെയാണ് ഇത് വന്നാൽ, എന്തൊക്കെയായിരിക്കും വേർഷൻ എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷേ മക്കബായക്കാരുടെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനൊരു കാര്യമേ പറയാനുള്ളൂ. സത്യദൈവത്തെ ആരാധിക്കുവാൻ തടസ്സം നിന്നതിൻ്റെ മുൻപിൽ ഒരമ്മ കാണിച്ച ധൈര്യം. എനിക്കെൻ്റെ ദൈവത്തെ ആരാധിച്ചാൽ മതി, എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തെ നിർത്തുവാൻ ഞാൻ സന്നദ്ധനല്ല. എൻ്റെ 6 മക്കളല്ല, എൻ്റെ 7 മക്കൾ എൻ്റെ കൺമുമ്പിൽ വധിക്കപ്പെട്ടാലും ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകലുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരമ്മ. ഈ അമ്മയെ ശുദ്ധിമതിയെന്നോ രക്തസാക്ഷിയെന്നോ വിശുദ്ധയെന്നോ അല്ലാതെ എന്താ വിളിക്കുക? അചഞ്ചലമായ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ പേര് തെറ്റിച്ചു പറയുന്ന വർത്തമാനകാലത്തെ നമ്മുടെ വേദജ്ഞാനത്തിൻ്റെ മധ്യയാണ് നാം ഈ അമ്മയെ ഓർക്കുക. ഡു യു ബിലീവ് ഇൻ മീ എന്ന് ചോദിച്ചാൽ, 21 യുവാക്കൾ കടലിന് അഭിമുഖമായി നിൽക്കുന്നു. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. 20 പേര് ക്രിസ്ത്യാനിയും ഒരാൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും. മറ്റ് മതസ്ഥനാണല്ലോ. 20 പേരെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജീവൻ എടുക്കപ്പെട്ടു. 21-ാമൻ അവൻ ക്രിസ്ത്യാനിയല്ല. അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ ക്രൈസ്റ്റ്? അവൻ പറഞ്ഞു, ആ 20 പേരുടെയും ദൈവമാണ് എൻ്റെയും ദൈവം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം, പ്രിയപ്പെട്ടവരെ, സ്വർഗം പരിശോധിക്കുമോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം, തൻ്റെ പുത്രനെ നമുക്ക് അയച്ചു തന്നു എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ വന്നിട്ട് തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റിൽ പോയെന്നല്ലല്ലോ അർത്ഥം. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നു. കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശൂന്യനാക്കുന്ന രൂപത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാ. ദൈവമായിരുന്നിട്ടും ദൈവത്തെ പോലെ കാണപ്പെട്ടിട്ടും ദൈവമായിരുന്നിട്ടും സമാനതയുള്ളവനായി നിന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ മനുഷ്യൻ്റെ ദുർബലമായ രൂപത്തിലേക്ക് വന്ന് നമ്മെ സ്നേഹിച്ച ദൈവം. ഈ കർത്താവ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഹെറോദോസ് രാജാവിൻ്റെ അരമനയിലെ ആ രംഗം ഒന്ന് ഓർക്കാതെ പോകരുത്. കുറ്റം ചെയ്തതിൻ്റെ പേരിൽ മാത്രം വിധിക്കപ്പെടുവാൻ കൊണ്ടുവന്നിരിക്കുന്ന ബറാബാസ്, 10 പേരെ അറിയുന്ന കുറ്റവാളി, നീതിമാനായ, നമ്മുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ പാപമില്ലാത്തവൻ, നീതിമാനായ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ നിൽക്കുന്നു.
നാടുവാഴി ആരവമുണ്ടാക്കുന്ന ജനങ്ങളോട് ചോദിക്കുന്നു, ആരെയാണ് വിട്ടയക്കേണ്ടത്? മറുപടി എന്താ? ബറാബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക. ദൈവത്തിനെതിരായി, നീതിക്കെതിരായി നാം ദൈവബന്ധത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ജീവിതങ്ങൾ നമുക്ക് രക്തസാക്ഷികളുടേതാണ്. ഏറ്റവും പ്രയാസം എന്തുവാ? തലയൊന്ന് കുനിക്കാൻ, അല്ലേ? നമ്മൾ വലിയ വീരവാദം മുഴക്കാറില്ലേ, ഞാൻ ആരുടെ മുമ്പിലും തല കുനിക്കണമെന്ന്. അത് വെറുതെയാ. ബാർബറുടെ അടുക്ക പോയാലോ തല കുനിച്ച കിടക്കുമല്ലേ, അവൻ തലയിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചു വെക്കും. മറ്റൊരു ഭാഷയ്ക്ക് പറയുന്നതേ ഉള്ളൂ, തല കുനിക്കുകയില്ല. ആരുടെ മുമ്പിലും തല കുനിക്കില്ല. പാപമില്ലാത്തവൻ തല ചായ്ച്ച് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ഭോഷത്തരം മുൻകൂട്ടി അറിയാവുന്ന കർത്താവ് അത് മുൻകൂട്ടി കണ്ടാണല്ലോ ഇതെല്ലാം ചെയ്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വലിയ രൂപാന്തരീകരണം നമ്മിൽ നടക്കുന്നതിന് നാം ഹൃദയപൂർവ്വം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. മകനെ, മകളെ, നിന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതും നിലനിർത്തിയിരിക്കുന്നതും നിൻ്റെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ലോകത്തിൽ സാക്ഷിയാകാനാണ്. നിൻ്റെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത് നീ സാക്ഷ്യപ്പെടുത്തുമോ? നീ അറിയണമല്ലോ. നിൻ്റെ ദൈവം ആരെന്ന് നീ അറിയണ്ടേ? അറിഞ്ഞ് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണ്ടേ? പ്രിയപ്പെട്ടവരെ, നാം തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്. ഒരു വേദനയുമില്ലാത്ത, ഒരു പ്രതിസന്ധിയുമില്ലാത്ത, എപ്പോഴും സുഖം മാത്രം അനുഭവിക്കുവാൻ കഴിയുന്ന ഏതോ ഒരു നല്ല ജീവിതക്രമം. അവൻ അലറി നിലവിളിച്ചില്ലേ ക്രൂശിൽ, മൈ ലോർഡ്, മൈ ലോർഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? മനുഷ്യന് മനസ്സിലാകുന്നതിന് മനുഷ്യരൂപത്തിൽ വന്ന ദൈവപുത്രൻ അലറി നിലവിളിക്കുകയാ. സഹനത്തിൻ്റെ പാരമ്യം തിരിച്ചറിയുന്നതിന്. ഇത് വേദന ഉളവാക്കുന്ന ജീവിതമാണ്. നമുക്കൊരു രോഗവും പ്രയാസവും ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുമ്പോൾ നമ്മെ തിരുത്തുവാൻ രക്തസാക്ഷികൾ, വേദസാക്ഷികൾ, നീതിമാന്മാർ, ശുദ്ധിമാന്മാർ, ഉപദേശിമാർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവസാനം പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു, ഉപദേശിമാർ എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ ഒരു ഉപദേശിയെക്കുറിച്ച് എൻ്റെ മനസ്സിലെപ്പോഴും, മറ്റുപദേശിമാരൊന്നും എന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, എനിക്ക് വളരെ എൻ്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ തരുന്ന ഉപദേശിയല്ലേ? ഏതാ നമ്മുടെ ഏത് ഉപദേശിയാണ്? അപ്പം നിങ്ങൾ അതേ അഭിപ്രായക്കാരാണ് അല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഈ മനുഷ്യൻ അനേകരുടെ ജീവിതത്തിൽ കയറി പറ്റിയിട്ടുണ്ട്. അതിന് മർത്തോമാ സഭയുടെ ലേബലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം ഞങ്ങൾ ഓരോരുത്തർ ഇദ്ദേഹത്തെ കൈവശപ്പെടുത്തി കഴിഞ്ഞു. സാധു കൊച്ചു കുഞ്ഞു ഉപദേശി മർത്തോമാ സഭയുടെ ഒരംഗമാണെന്ന് വേണേൽ പറഞ്ഞു, കുഴപ്പമില്ല. ഹി ബിലോങ്സ് ടു അസ്, നമ്മുടെ എല്ലാം സ്വന്തമാണ്. അങ്ങനെ എന്നെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം മർത്തോമാ സഭ വിശ്വാസിയാണെന്ന് എനിക്കറിയാം, ഈ സഭയിലെ സുവിശേഷകനാണെന്നറിയാം. പക്ഷേ ഈ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ജീവിച്ച്, നമ്മുടെ ഈ മണ്ണിൽ നടന്ന്, നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്ത് ഈ മനുഷ്യൻ ജീവിച്ചിട്ട് സുവിശേഷം വായിച്ച് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ വലിയ വിശുദ്ധരും പണ്ഡിതരുമെന്ന് വിശേഷിപ്പിക്കുന്നവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ സുവിശേഷാത്മകമായ ലളിത വിവരണമല്ലേ? ഒറ്റ മർത്തോമക്കാരൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നോട്ടം കണ്ടിട്ട് ഞാനെന്തോ ഒരു പാപം പറഞ്ഞതുപോലെ.
സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ, ഈ ഉപദേശി വലിയ വേദപാരംഗതനാണ്. ഈസ് എ മാൻ ഓഫ് ഡീപ് തിയോളജി, ബട്ട് എക്സ്പ്രസ്ഡ് ഇൻ എ വെരി സിമ്പിൾ വേ. നമുക്കുള്ള ബലം എന്താണെന്ന് ചെറിയ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർത്ത ഒരു മനുഷ്യൻ. ഞാൻ എപ്പോഴും പറയും, ഇത് കത്തോലിക്ക സഭയിലായിരുന്നെങ്കിൽ, ഭരണവാസിമിനെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ, കത്തോലിക്ക സഭയിലാണെങ്കിൽ അദ്ദേഹം വിശുദ്ധന്മാരുടെ പട്ടികയിലോ ഏറ്റവും കുറഞ്ഞൊരു വാഴ്ത്തപ്പെട്ടവനെന്നെങ്കിലും പറഞ്ഞേനെ. പിന്നെ കത്തോലിക്ക സഭ ആയതുകൊണ്ട് വാഴ്ത്തപ്പെട്ടവരെന്ന് പറഞ്ഞ് മാത്രം നിൽക്കത്തില്ല, 5-6 മെഴുകുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കുകയും കാണിക്കപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാം ഒക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് അതിന് കഴിവില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ മഹാത്ഭുതങ്ങൾ കാണാനും മഹാനുഭാവന്മാരെ അനുകരിക്കാനും നമ്മളിങ്ങനെ തയ്യാറെടുക്കുക. വി വാണ്ട് പീപ്പിൾ ഹു സ്പീക്സ് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. ഈ ഒരു മനുഷ്യൻ പറയുക, മരിച്ചു കിടക്കുന്ന മകൻ്റെ ശരീരത്തിൻ്റെ അടുക്കൽ നിന്ന് ഈ ഒരു സാധാരണ മനുഷ്യൻ, കൈക്കോട്ടേന്തിയ കൃഷിക്കാരൻ, സുവിശേഷമേന്തിയ ഉപദേശി, നമ്മുടെ മലയാളം സംസാരിക്കുന്ന നമ്മുടെ ഇടയാറന്മുള സ്വദേശിയായ ഈ മനുഷ്യൻ കർത്താവിനെ നോക്കി പറയുകയാ, ലോകത്തെ ഞാനോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. സത്യസന്ധമായി ഞാൻ നിങ്ങളോടൊരു കാര്യം ഈ വചനവേളയിൽ പങ്കുവയ്ക്കട്ടെ. സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്, ആവിലായിലെ അമ്മ ത്രേസ്യ, ഇവരെ കർത്താവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ അടുത്ത് വച്ചിരിക്കുന്ന പുസ്തകമാണ് എന്നെ സംബന്ധിച്ച് കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഈ ആത്മീയ ഗീതങ്ങൾ. ആശ്വാസഗീതങ്ങളെന്നാണ് പൊതുവെ അതിനെക്കുറിച്ച് അല്ലേ പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, ആശ്വാസഗീതങ്ങളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പദം പ്രത്യാശാഗീതങ്ങളെന്നാണ്. വാട്ട് ആർ യു ഗോയിങ് ടു ഗെയിൻ? മകനെ, മകളെ, നീ ഈ സുവിശേഷം ജീവിച്ചിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു? സംഭവിച്ചതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് മീ. നിങ്ങൾ പറയുന്ന ലോകത്തിൻ്റെ വേദനയൊന്നും എന്നെ ബാധിക്കുന്നില്ല മക്കളെ എന്ന് ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം നോക്കി മനുഷ്യരോട് പറയുകയാ. നിങ്ങൾ വിചാരിച്ചു കാണും ഈ മനുഷ്യൻ ഈ കറുത്ത തടിച്ച ബയനിട്ട പുസ്തകം എടുത്ത് എറിയുമെന്ന്. God doesn't love me because my son died. അങ്ങനെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ കണ്ണുനീരും കരച്ചിലും ഒന്നുമല്ല എൻ്റെ കാര്യം. എനിക്ക് ഒറ്റ വിചാരമേ ഉള്ളൂ, എനിക്കെൻ്റെ കർത്താവിനെ എന്ന് നേരിട്ട് കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അടുപ്പവും നമുക്കറിയാവുന്ന ഇടവകക്കാരനും നമ്മുടെ ഭാഷയായതുകൊണ്ടും ദയവായി കൈമോശം വരരുത്. വിശുദ്ധന്മാരുടെ പട്ടികയിൽ, വിശുദ്ധ ജീവിതങ്ങൾ വ്യാഖ്യാനിച്ചവരുടെ പട്ടികയിൽ ഈ പുണ്യപുരുഷനെന്നും ഉണ്ടാകണം. whether it is canonical or ecclesial, this is your treasure. മർത്തോമാ സഭയിലെ വചനകൂടാരം കിട്ടുന്ന മാരാമൺ കൺവെൻഷനിൽ മുഴങ്ങിക്കേൾക്കുന്ന സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഷർട്ടും മുണ്ട് ഉടുത്ത രൂപമാണ് ഈ ഉപദേശിയുടെ സുവിശേഷ വാക്കുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്കനായ ഒരു കർദിനാളാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓർത്തോണം. മാർത്തോമാ സഭാവിശ്വാസിയായ ഒരു ഉപദേശിയെക്കുറിച്ച്, he is valued in heaven. സ്വർഗത്തിൽ വിലയുള്ളവനായി ഈ മനുഷ്യൻ മാറിയത് സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ്, അല്ലേ?
ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, സുവിശേഷം ജീവിക്കാൻ പാടുപെടുന്ന കാലമാണ് അല്ലേ? ഒന്നിനും അനക്കവില്ല. സുവിശേഷം ജീവിക്കാൻ പാടുപെടുന്ന കാലമാണ്. നമ്മൾ സുവിശേഷം വായിക്കുന്നത് എവിടാ? നല്ല ഗ്യാരണ്ടിയുള്ള 4 ഭിത്തിയിൽ ഉറപ്പുള്ള പള്ളിക്കകത്താണ്. ഒന്നാം തരം മൈക്ക് സിസ്റ്റം അല്ലേ? ആവശ്യത്തിന് വേണ്ടിയതിനേക്കാൾ കൂടിയ വോളിയം. നമുക്ക് ഒത്തിരി പേർക്ക് ചെവിയുടെ കേൾവി കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ സൗണ്ട് സിസ്റ്റമാണോ എന്ന്. നന്നായി കേൾക്കാൻ പറ്റുന്ന സ്വരത്തിൽ കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരേ സമയം ചെവിയും ഒരേ സമയം ചങ്കും അല്ലേ? നുറുങ്ങിയ ഹൃദയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നുറുങ്ങിപ്പോവും. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ പറഞ്ഞത്, നമ്മൾ സുവിശേഷം വായിക്കുന്നത്, സുവിശേഷം പറയുന്നത് നല്ല ഉറപ്പുള്ള സങ്കേതത്തിലാണ് ഇരുന്നു കൊണ്ടാണ്. ആരംഭം തന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല. ഇവിടെ ഇത്രയും പേര് നിങ്ങളുണ്ടല്ലോ. സുവിശേഷം വായിച്ചതിൻ്റെ പേരിൽ എന്നെ ആരും വന്ന് ഉപദ്രവിക്കുകയില്ല. മാരാമൺ കൺവെൻഷൻ്റെ പന്തലിലും വന്ന് നിങ്ങളെ ആരും ഉപദ്രവിക്കുകയില്ല സുവിശേഷം വായിച്ചതിൻ്റെ പേരിൽ. പക്ഷെ നിങ്ങളുടെ മജ്ജയിൽ തൊടുന്ന സമയമുണ്ടാകും. മറ്റാരുമല്ല, വേദന. എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് രോഗം വരുമ്പോൾ, എൻ്റെ വേണ്ടപ്പെട്ടവർ ഞാൻ വിചാരിക്കാത്ത സമയത്ത് മരിച്ചു പോകുമ്പോൾ, എനിക്ക് അപ്രതീക്ഷിതമായ ക്ലേശം ഉണ്ടാകുമ്പോൾ, ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്നെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാം സുവിശേഷം ജീവിക്കുമോ ഇല്ലയോ എന്ന്. അതാണ് എനിക്ക് ഈ മനുഷ്യനെ ഹൃദയത്തിൽ ഇത്ര അടുപ്പം തോന്നുന്നതിൻ്റെ കാരണം. എന്തൊരു മനുഷ്യൻ പറയുകയോ, എനിക്കിതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. ഇൻഡിഫറൻ്റ് അല്ലല്ലോ, ആണോ? അല്ല, ഇൻഡിഫറൻ്റ് അല്ല. അദ്ദേഹം സ്വർഗത്തെ വിശ്വാസത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്. എനിക്കെൻ്റെ ധനം അപ്പനും അമ്മയും ഒന്നുമല്ല, എനിക്ക് എൻ്റെ ധനം എൻ്റെ ദൈവമാണ്. അങ്ങനെ ഒരു പാട്ടില്ലേ? ഉണ്ടല്ലോ. അപ്പനും അമ്മയും വസ്തുസുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽക്കിന്നേ വരെയൻ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്ന് വരെയും എന്നെ പോറ്റി പുലർത്തിയ ദൈവം എനിക്ക് മതി. സ്ലീഹ പറഞ്ഞില്ലേ, യുവർ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ മീ. നിൻ്റെ കൃപ എനിക്ക് മതി. ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് മതി. അപ്പനും അമ്മയും വീടും ധനങ്ങളും 2 സെൻറ്റ് സ്ഥലത്തിന് ലോകത്തിലുള്ള ഏത് കോടതി വരെയും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നമ്മളുടെ വീരശൂര പരാക്രമിയായ ഉള്ളിലെ പുരുഷനുണ്ടല്ലോ, സ്ത്രീയുണ്ടല്ലോ, കുടുംബമുണ്ടല്ലോ, പരിഹരിക്കാനാവാത്തതുപോലെ 2 സെൻറ്റ് വസ്തുവിന് വേണ്ടി കലഹിക്കുന്ന നമ്മുടെ മുമ്പിൽ ഈ മനുഷ്യൻ വെറുതെ പറയുകയായിരുന്നില്ലല്ലോ. അപ്പനും അമ്മയും വീടും ധനങ്ങളും ഒന്നുമല്ല, പൈതൽ പ്രായം മുതൽ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ദൈവം എനിക്ക് മതി. സുവിശേഷത്തെ ജീവിക്കാൻ നമുക്ക് പഴയ നിയമത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതമുണ്ട്, പുതിയ നിയമത്തിലെ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതം നമുക്കറിയാവുന്ന, പേരറിയാവുന്ന, കുടുംബം അറിയാവുന്ന, വീടറിയാവുന്നവരും ജീവിച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹിത എന്ന് വിളിച്ചവരുടെ ഗണത്തിൽ, സ്നേഹിത എന്ന് വിളിച്ചവരുടെ ഗണത്തിൽ നമ്മെ ചേർത്ത ദൈവം ഇപ്രകാരം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു: നീ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. കർത്താവ് പറഞ്ഞത് നീ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. ഉന്നതമായവയെക്കുറിച്ച് ഓർപ്പാൻ നമ്മെ നിരന്തരമായി വിശുദ്ധ കുർബാനയിൽ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു വലിയ ആഹ്വാനമുണ്ടല്ലോ. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങളിലേക്ക് കയറുന്നതിന് മുൻപ് കാർമ്മികൻ, വൈദികൻ
ഇപ്രകാരം പ്രഖ്യാപിക്കുകയില്ലേ, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. നമ്മൾ എവിടെയായിരിക്കണമെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ ബോധം, വിചാരം, ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതെവിടെയായിരിക്കണം? നാം പ്രവേശിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ ഭവനത്തിലെ നമുക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ആയിരിക്കണം. യു ഷാൽ ഫിക്സ് യുവർ മൈൻഡ്, യുവർ ഹാർട്ട്. ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നൽകിയ ആലോചനയിൽ എൻ്റെ പരിമിതമായ വാക്കിലും ഭാഷയിലും ദൈവവചനത്തെ മനസ്സിലാക്കി അവതരിപ്പിച്ചതിലും അതിൻ്റെ കുറവുകളെല്ലാം പരിശുദ്ധാത്മാവ് പൂർത്തീകരിച്ച് നമ്മുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകട്ടെ. We have only one life in this world. നമുക്ക് ജീവിപ്പാൻ ഈ ലോകത്തിൽ ഒരു ജീവിതമേ ഉള്ളൂ. നമ്മോട് സംസാരിച്ചാലോ നമ്മെ കണ്ടാലോ ആരും അങ്ങനെ പറയത്തില്ല. നൂറ് വയസ്സ് വരെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടക്കേടുള്ള അങ്ങനെ പറയരുത്. അതൊക്കെ ഇരട്ടിയായിട്ട് പറഞ്ഞാലേ സന്തോഷമുള്ളൂ. അതിന് മറുത്ത് പറഞ്ഞിട്ടുള്ള ഒറ്റയാളിനെ എനിക്കറിയത്തുള്ളൂ, ക്രിസോസ്റ്റം തിരുമേനി. എനിക്കൊരബദ്ധം പറ്റി. ഞാൻ പറഞ്ഞു, തിരുമേനി ഇനി ഒരു 10 വർഷം കൂടെ, അത് 100 അടുത്തപ്പോഴാണ് പറഞ്ഞു, ഒരു 10 വർഷം കൂടെ ജീവിക്കട്ടെ എന്നപ്പോൾ. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു എന്നോട് സ്നേഹമുണ്ടെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്, ഇപ്പോഴാണ് മനസ്സിലായത് ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, അതെന്നാ? ഞാൻ വീണ്ടും നരകിക്കുന്നത് കാണാനല്ലയോ? തിരുമേനി മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഈ ലോകത്ത് നിന്നുമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം, നമുക്ക് ഈ ലോകത്തിൽ നിന്ന് എന്ത് കൊണ്ടുപോകാൻ കഴിയും? എന്ത് കൊണ്ടുപോകാൻ കഴിയും? നമ്മളെ മനോഹരമായ വസ്ത്രമൊക്കെ അണിയിച്ച് കിടത്തി, അല്ലേ, പൂവൊക്കെ ചുറ്റുമൊക്കെ വെച്ച് എത്ര ദിവസം കാക്കും? ഈ കാത്തിരിപ്പിനൊക്കെ ഒരു സമയമില്ലയോ? 4-5 ദിവസത്തിൽ കൂടുതലൊന്നും. പറഞ്ഞപ്പോൾ തന്നെ പേടിയായിരുന്നു. നിങ്ങളെ കിടത്തുകയെങ്കിലും ചെയ്യും, ഞങ്ങളെ കിടത്തുക പോലുമില്ല. ഞങ്ങളെ ഇരുത്തുകയുള്ളൂ. എനിക്ക് തോന്നുന്നു അത് ഞങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെ ഇരുത്തിയായാലും കിടത്തിയായാലും രണ്ടിനും ജീവനില്ലെന്ന് ഓർത്തോണം. നമുക്ക് ഈ ലോകത്ത് ജീവിപ്പാൻ ഒരു ജീവിതമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെ ചിന്തയ്ക്ക് അധീനപ്പെട്ടല്ല ഈ ലോകത്ത് ജീവിക്കുക. ഈ ലോകത്തിനപ്പുറത്തുള്ള അപ്പനും അമ്മയും വീടും ധനങ്ങളുമല്ല എൻ്റെ ദൈവമാണ്. പൈതൽ പ്രായം മുതൽ, കുറച്ചുകൂടി പറഞ്ഞാൽ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ശിശുവായി രൂപം കൊള്ളുന്നതിന് മുൻപ് നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച ദൈവമാണ് നിൻ്റെ ധനം എന്ന് വിശ്വസിച്ച് ജീവിപ്പാനുള്ളവരാണ് നമ്മൾ എന്ന് വെച്ചാൽ ദൈവമക്കളെല്ലാവരും നാം അതിൻ്റെ പ്രതിരൂപമായും അടയാളമായും സാക്ഷികളായിട്ടും ജീവിക്കേണ്ടവരാണ്. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് സുവിശേഷീകരണം എന്ന് പറയുക. ഞാനൊരു നല്ല ഭാഷാ സാഹിത്യകാരനോട് ചോദിച്ചു, സുവിശേഷവൽക്കരണം എന്ന് പറയുമ്പോൾ ഇതറിയാത്ത ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണ, ഒരു സിമ്പിളായ ഒരു വാക്ക് പറയാമോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി, സുവിശേഷവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മതത്തിൽപ്പെടാത്ത ആളുകൾക്ക് അതൊരു വലിയ മാനസാന്തരപ്പെടുത്തുന്ന പ്രക്രിയയായിട്ട് ആ വാക്കിൻ്റെ ശബ്ദം തന്നെ അങ്ങനെ തോന്നിക്കും. ഞാൻ പറഞ്ഞ പരിഹാരം എന്തുവാ? സുവിശേഷീകരണം. അപ്പം എനിക്കത് വളരെ ഹൃദ്യമായി തോന്നി. സുവിശേഷീകരണം എനിക്കത് വളരെ ഹൃദ്യമായി തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സുവിശേഷീകരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് ജീവിതത്തെ ഗൗരവമായി എടുക്കാം. ഞാനും നിങ്ങളും വീണ്ടും കണ്ടുമുട്ടും. ആ അമ്മ പറഞ്ഞതുപോലെ, മക്കളെ, നിങ്ങൾ 7 പേരെയും എനിക്ക് വീണ്ടും കാണാൻ ദൈവം ഇടയാക്കട്ടെ. അമ്മയുടെ ഒരു വിശ്വാസം നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്നതിന് ഇടയാക്കട്ടെ.
നാം വിശ്വസിക്കുന്ന, നാം ഏറ്റുപറയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ബലമായി നാം കൊണ്ടു നടക്കുന്ന, നമുക്ക് നൽകപ്പെട്ട ഈ തിരുവചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഈ റാന്നി ഭദ്രാസനത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളുമായി ഇടപെടുന്ന സകല മനുഷ്യർക്കും, നിങ്ങൾ ആരോടെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ, ദൈവം ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ച് വെളിപ്പെടുത്തിയ സംസാരം എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങളിലൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതിനെങ്കിലും ഒരു മറുപടി കേട്ട ജവാനക്കുമോ? പ്രാർത്ഥിക്കുമോ? 5-6 ആത്മക്കൾ കൈപൊക്കിയിട്ടുണ്ട്. അതിൽ വെള്ളക്കുപ്പായി ഇട്ടവരുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം. ഞാനൊരു പരസ്യമായി ന്യൂയോർക്കിൽ വെച്ച് ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് ചോദിച്ചു, കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് ആണെന്ന് ചോദിച്ചു, ഡു യു പ്രേ ഫോർ മീ? പിള്ളേരെല്ലാം കൂടെ ആർത്തളിച്ച്, അമേരിക്കയിലെ പിള്ളേരുടെ ഒരു മെച്ചം, 15 വയസ്സാകുന്നതിന് മുമ്പുള്ള പിള്ളേരുടെ കാര്യം അതിനെ പറയുന്നത്. ഡു യു പ്രേ ഫോർ മീ? അവർ പറഞ്ഞു, യെസ് വി ഡു പ്രേ ഫോർ യു. 15 വയസ്സ് കഴിഞ്ഞ് ചോദിക്കരുത്, പിന്നെ മലയാള സ്വഭാവം വരും, കള്ളം പറയും. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു. ഒരു പെങ്കൊച്ച് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നോ ഐ ഡോണ്ട് പ്രേ ഫോർ യു. ചങ്ക് പൊട്ടിപ്പോയി. ഇത്ര അഹങ്കാരവും. എഴുന്നേറ്റ് നിന്ന് അവൾ പറഞ്ഞു, നോ ഐ ഡോണ്ട് പ്രേ ഫോർ യു. എനിക്ക് ആ കൊച്ചിൻ്റെ പേരറിയാം, അനീറ്റ. യു ഡോണ്ട് പ്രേ ഫോർ മീ? നോ ഐ ഡോണ്ട് പ്രേ ഫോർ യു. എനിക്കങ്ങ് സങ്കടവും ദുരിതവും എല്ലാം വന്ന്. നല്ല കുടുംബക്കാരാന്ന്. ഞാൻ സ്ഥലം പറയുന്നില്ല, ഇവനടുത്താ വീട്. ഇനി രാത്രി അവർ വന്ന് ഇവിടെ വന്ന് തന്നെ അടിച്ചിട്ട് പോകണ്ട. തെറ്റിദ്ധരിക്കില്ല, റജിയുടെ കുടുംബമൊന്നുമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, യു ഡോണ്ട് പ്രേ ഫോർ മീ? അപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞു, നോ ഐ ഡോണ്ട് പ്രേ ഫോർ യു. അനീറ്റ, കാൻ യു ടെൽ മീ ദ റീസൺ? അവൾ പറഞ്ഞു, യെസ്, സോ ഫാർ നോബഡി ഹാസ് ആസ്ക്ഡ് മീ ടു പ്രേ ഫോർ യു. സോ ഫാർ നോബഡി ഹാസ് ആസ്ക്ഡ് മീ ടു പ്രേ ഫോർ യു. ഇതുവരെ ആരും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. എൻ്റെ ശ്വാസം സത്യത്തിൽ നേരെ വീണത് അപ്പോഴാണ്. ഞാൻ പറഞ്ഞു, ഐ ബെഗ് യു, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സംഭവിച്ച അത്ഭുതം ഞാൻ പറയാം. അവൾക്കിന്ന് 28-29 വയസ്സുണ്ട്. അമ്മയാണ്, മക്കളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ എവിടെ കണ്ടാലും അവളോട് അനീറ്റ എന്ന് വിളിക്കാൻ പറയും, പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഐ എം പ്രേയിങ് ഫോർ യു എവറി ഡേ എവർ സിൻസ് യു ആസ്ക്ഡ് ടു പ്രേ ഫോർ യു. ഞാൻ പ്രാർത്ഥന ചോദിച്ച അന്ന് മുതൽ ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് ആ മകളെ വിളിച്ചാൽ അവൾ ആദ്യം പറയുന്ന മറുപടി, തിരുമേനി ഐ എം പ്രേയിങ് ഫോർ യു എവറി ഡേ. അവൾ മാത്രമല്ല, അവളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടും പ്രാർത്ഥിക്കും. അവൾക്കറിയാം ഇത് ഒറ്റ നടപ്പിന് പോകാത്ത ഒരാത്മാവാണിത്. കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിച്ചാലേ ശരിയാകത്തുള്ളൂ എന്നറിയാം. കുടുംബമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങളും കൂടെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ആത്മാവ് എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തും. പ്രാർത്ഥിക്കണം. സുവിശേഷത്തിൻ്റെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ലോകം തരുന്ന സന്തോഷത്തിൽ അല്ല, സുവിശേഷത്തിൽ കർത്താവ് തരുന്ന സന്തോഷത്തിൻ്റെ ആ വലിയ ഒളിമങ്ങാത്ത ശോഭ കാണാനിടയാകണം. ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭാംഗമല്ലാത്ത ഒരു തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗം അതിന് മുൻഗണന കൊടുത്ത് എന്നെ സഹായിക്കും. ഭരണവാസിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ തിരുമേനി കണ്ണടച്ചിരിക്കുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം ഈ ഭദ്രാസനത്തെ അനുഗ്രഹിക്കട്ടെ. അഭിയന്ന തിരുമേനിയെ കാണാനും പരിചയപ്പെടാനും, നിങ്ങൾ അനേകം വൈദികരെ കാണാനും പരിചയപ്പെടാനും, ഈ സഭയുടെ മക്കൾ അനേകരോട് നിങ്ങളോട് ചേർന്ന് നിൽക്കാനും, നിങ്ങളുടെ സ്നേഹം അനുഭവിപ്പാനും, നിങ്ങളെ സ്നേഹിപ്പാനും, നമ്മൾ ഒരു കുടുംബത്തിലെ മക്കളാണെന്ന് സത്യം ദൈവത്തിനു മുമ്പാകെ ഏറ്റുപറയുവാനും ദൈവം എനിക്ക് നൽകിയ ഈ ഒരു ബന്ധത്തെ ഓർത്ത് ഞാൻ നന്ദി പറയും. ഈ എല്ലാവരും ചോദിക്കും, മർത്തോമാ സഭയോട് എന്താണ് തിരുമേനിക്ക് ഇത്രയും അടുപ്പവും ബന്ധവും എന്ന്. അത് ഈ ബർണ്ണബാസ് തിരുമേനിയെ പോലുള്ള ആളുകളോട് ചോദിച്ചാൽ മതി. അതിൻ്റെ കാരണം എനിക്കറിഞ്ഞുകൂടാ. അവരുടെ നല്ല മനസ്സും സ്നേഹവും ഒക്കെയാണ്. ബർണ്ണബാസ് തിരുമേനി തിരുവനന്തപുരത്തായിരുന്നപ്പോൾ പറയാതെ കയറി വരും.
പറയാതെ കയറി വരുമെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? അത്രയും സ്വാതന്ത്ര്യം ഉണ്ട്. ഞാൻ അവിടെ പലപ്പോഴും അങ്ങനെയാണ് പോയിട്ടുള്ളത്. തിരുമേനിയുടെ അരമനയിൽ, പുലാത്തിയിൽ അരമനയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തത് അങ്ങനെയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പറയാതെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തിരുമേനി, വലിയ തിരുമേനി ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് എന്നാൽ പോലും സമയത്ത് കാണാൻ സാധിക്കാത്ത കാലമാണെന്ന് ഓർക്കണം. പറയാതെ ചെല്ലുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷവും അടുപ്പവും ഒക്കെ വലിയ ആവർത്തിക്കപ്പെടാത്ത വലിയ സന്തോഷത്തിൻ്റെ കാരണങ്ങളാണ്. ആയതിനാൽ നമുക്ക് നല്ല സ്നേഹത്തിലും ബന്ധത്തിലും പോകുന്നതിന് എനിക്കിതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഐ ആം കോൺഷ്യസ് ഓഫ് മൈ ഓബ്ലിഗേഷൻ ടു ബിൽഡ് അപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചർച്ചസ്. സഭകൾ തമ്മിലുള്ള ബന്ധത്തെ വളർത്താൻ എനിക്ക് കടപ്പെട്ടവനാണ് ഞാനെന്ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. തളർന്നു പോകാതെയും കൃപ നഷ്ടപ്പെട്ടു പോകാതെയും ബന്ധത്തിൽ ഉറച്ചു നിൽക്കാൻ എല്ലായ്പ്പോഴും സാധിക്കണം. ഞാൻ മാർത്തോമാ സഭയുടെ മാരാമൺ കൺവെൻഷനിൽ വരുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്കറിയാം, ഞാൻ ഒറ്റയ്ക്കല്ല. എന്നോടൊപ്പം ഒരു സഭയും ആ പന്തലിൽ സന്നിഹിതമാണ്. അങ്ങനെ എല്ലാ സഭകളും ഒരു പന്തലിൽ, ഒരു കൂടാരത്തിലിരുന്ന് സത്യദൈവത്തെ ആരാധിക്കുന്നതിനാണല്ലോ നാം തിരുസഭ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. അത് കേൾക്കാനും കാണാനും അതിൽ പങ്കുകാരാകാനും നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ദൈവമഹത്വത്തിനായി ഈ സന്ധ്യയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ജനത്തിൻ്റെ മേലും എൻ്റെ മേലും കരുണയായിരിക്കണമേ. ആമീൻ.